പ്രേമ ഈ 3I അറ്റ്ലസ് അതിനെ സംബന്ധിച്ച് ചില വാർത്തകളൊക്കെ പുറത്തു വരുന്നു. അത് നാസ അത് പുറത്തു വിടുന്നില്ല, അതെന്തോ ഒളിച്ചുകളി നാസ നടത്തുന്നത് പോലെയൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്. എന്താണ് 3I അറ്റ്ലസിനെ സംബന്ധിച്ച് ഇപ്പോൾ വരുന്ന പുതിയ വാർത്തകൾ? ഈ ആക്ഷേപം ഉന്നയിക്കുന്നത് അവി ലിയോബ് എന്ന് പറയുന്ന ഒരാളാണ്. അപ്പോൾ ഇദ്ദേഹം ഒരു ശാസ്ത്രജ്ഞനാണ്, ഹാർവേഡ് യൂണിവേഴ്സിറ്റിയിലൊരു പ്രൊഫസർ കൂടിയാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ളൊരു സംഘമാണ് ഈ 3I അറ്റ്ലസ് എന്ന് പറയുന്നത് ഒരു അന്യഗ്രഹ പേടകമാണെന്ന സിദ്ധാന്തം മുന്നോട്ട് വയ്ക്കുന്നത്. അന്യഗ്രഹ ജീവികൾ നമ്മുടെ സൗരയുധത്തെ ലക്ഷ്യമാക്കി അല്ലെങ്കിൽ ഭൂമിക്ക് ഒരു സന്ദേശം നൽകാൻ ലക്ഷ്യമാക്കി വരുന്നതാണ് എന്ന് ഇവരാണ് വാദിക്കുന്നത്. ഇപ്പോൾ ഇപ്പം നാസയെ സംശയ നിഴലിൽ നിർത്തുകയാണ്. അതിന് അദ്ദേഹത്തിന് കൃത്യമായ കാരണവുമുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന 3I അറ്റ്ലസ് എന്ന് പറയുന്ന ഈ സാധനം അതൊരു ഉൽക്കയോ എന്തോ ആകട്ടെ, അതിപ്പോൾ നിലവിൽ നമ്മുടെ ചൊവ്വാഗ്രഹത്തെ പാസ് ചെയ്ത് പോയി. അതിപ്പോൾ വരുന്ന ബുധനാഴ്ച സൂര്യനോട് ഏറ്റവും അടുത്ത് പോകുന്ന സമയം ഈ ബുധനാഴ്ചയാണ്. അതിനുശേഷം അത് ക്രമേണ സൂര്യനിൽ നിന്ന് അകന്ന് പോകും. പിന്നീട് ഇത് കറങ്ങിത്തിരിഞ്ഞ് ഭൂമിയോട് ഏറ്റവും അടുത്ത് വരുന്ന ഒരു സമയവും കൂടിയുണ്ട്. അപ്പോഴും ഭൂമിയിൽ നമ്മളത് കാണുക വരുന്ന ഡിസംബർ 19 ഭൂമിയോട് ഏറ്റവും അടുത്ത് വരുന്ന സമയം. അപ്പോഴും ഭൂമിയിൽ നിന്ന് 270 മില്യൺ കിലോമീറ്റർ അകലെയായിരിക്കും ഈ 3I അറ്റ്ലസ് ഉണ്ടാവുക. അതുകൊണ്ട് ഭൂമിയെ സംബന്ധിച്ച് ഒരു ആശങ്കയില്ല. ഇക്കാര്യം മാത്രമാണ് നാസ അന്നും ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ അവി ലിയോബ് ഇപ്പോൾ പറയുകയാണ്, ഇത് സംബന്ധിച്ച് ചില ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് ഓൺലൈൻ മീഡിയകളിൽ. ഇതിൻ്റെ 3I അറ്റ്ലസിനെ നിരീക്ഷിച്ച വാനനിരീക്ഷകർ, അപ്പോൾ ഈ ജെയിംസ് വെബ് പോലെയുള്ള ടെലസ്കോപ്പുകൾ, വലിയ ശേഷിയുള്ള ശൂന്യാകാശത്ത് ഇപ്പോൾ നേരത്തെ തന്നെ വിന്യസിച്ചുള്ള ജെയിംസ് വെബ് പോലെയുള്ള ടെലസ്കോപ്പുകൾ വഴി ചിത്രീകരിച്ചതാണ് എന്ന് അവകാശപ്പെടുന്ന ഒരു ദൃശ്യം ഇപ്പോൾ ഓൺലൈൻ മീഡിയകളിൽ പ്രചരിക്കുന്നുണ്ട്. ആ ദൃശ്യം നോക്കുമ്പോൾ ഒറ്റയടിക്ക് നമുക്കത് മനസ്സിലാകും ഇത് ഒരു അന്യഗ്രഹ പേടകമാണെന്ന്. കാര്യം ആ രീതിയിലാണ് അതിൻ്റെ ഘടന നമുക്ക് മനസ്സിലാകുന്നത്. ഇതിൻ്റെ ആധികാരികത, ഇത് വാസ്തവമാണോ അല്ലയോ, ഇത് സംബന്ധിച്ച് നാസ ഇതുവരെ ഒരക്ഷരം മിണ്ടിയിട്ടില്ല. അപ്പോൾ ഇപ്പോൾ അവി ലിയോബ് പറയുന്നത് ഈ 3I അറ്റ്ലസിനെ കൃത്യമായി ചിത്രീകരിച്ചത് കഴിഞ്ഞ ഒക്ടോബർ 2 ആ ഒക്ടോബർ 2 ഈ 3I അറ്റ്ലസ് ചൊവ്വയുടെ പരിസരത്തുകൂടി, കൃത്യം പറഞ്ഞാൽ ചൊവ്വയുടെ ഏതാണ്ട് 30 മില്യൺ കിലോമീറ്റർ പരിസരത്തുകൂടി ഈ 3I അറ്റ്ലസ് കടന്നുപോയിരുന്നു. ആ സമയത്ത് ഇത് ചിത്രീകരിച്ചിട്ടുണ്ട്. ഈ ചൊവ്വയെ നിരീക്ഷിക്കാൻ വേണ്ടി നമ്മൾ ഹൈറൈസ് എന്ന് പറയുന്ന ഒരു സാറ്റലൈറ്റ് നാസ കുറേ നാൾ മുമ്പ് വിക്ഷേപിച്ചതാണ്. ഈ ഹൈറൈസ് ചൊവ്വയെ കൃത്യമായി വലം വെച്ച് നമ്മുടെ ISRO ചന്ദ്രനെ നിരീക്ഷിക്കാൻ വേണ്ടി ചന്ദ്രയാൻ വിക്ഷേപിച്ചപ്പോൾ ഒരു ഓർബിറ്റർ ചുമ്മാ കിടന്ന് കറങ്ങുന്നു എന്ന് പറഞ്ഞല്ലോ. ഇതേപോലെ ഹൈറൈസും ചൊവ്വയിൽ കിടന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. ഈ ഹൈറൈസ് ഈ 3I അറ്റ്ലസിനെ ചിത്രീകരിച്ചു കഴിഞ്ഞ ഒക്ടോബർ 2 ആ ചിത്രം ഇതുവരെ നാസ പുറത്തു വിട്ടിട്ടില്ല. എന്തുകൊണ്ട് പുറത്തു വിടുന്നില്ല എന്നാണ് ഈ അവി ലിയോബ് ചോദിക്കുന്നത്. ഈ പറയുന്ന പ്രചരിക്കുന്ന ദൃശ്യവും ഇതും ഒന്നാണോ? അതിൻ്റെ വാസ്തവം എന്ത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ നാസ അവരന്ന് ചിത്രീകരിച്ച ദൃശ്യം പുറത്തു വിടണം. നാസ അത് ചിത്രീകരിച്ചിട്ടുണ്ടോ എന്ന് പോലും സമ്മതിച്ചു കൊടുക്കുന്നില്ല. ആകെ കൂടെ പറയുന്നത് ഇത് ഭൂമിക്ക് ഭീഷണിയല്ല, ഇവരൊരു രഹസ്യ ദൗത്യം ഇതിനു വേണ്ടി നടത്തുന്നുണ്ടോ. കാര്യം ഇതൊരു നിയർ എർത്ത് ഒബ്ജക്റ്റ് ആയിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത് നിലവിൽ. അതായത് ഭൂമിയെ ലക്ഷ്യമാക്കി വരുന്ന ചിഹ്നഗ്രഹങ്ങൾ, ഉൽക്കകൾ, അത് ഭൂമിക്ക് ഭീഷണിയാണെങ്കിൽ അതിനെ വഴിതിരിച്ചു വിടുക, അല്ലെങ്കിൽ അതിനെ അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ നശിപ്പിച്ച് കളയാൻ വേണ്ടി ഉള്ള നാസയുടെ ദൗത്യമാണ് ഈ നിയർ എർത്ത് ഒബ്ജക്റ്റ് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്നത്. അപ്പോൾ അത്തരത്തിൽ ഇതിനെയും 3I അറ്റ്ലസിനെ അങ്ങനെയും ഒരു നിയർ എർത്ത് ഒബ്ജക്റ്റ് ആയിട്ട് നിരീക്ഷിക്കുന്നുണ്ടോ? ആ ചോദ്യത്തിനും നാസ ഉത്തരം കൊടുക്കുന്നില്ല. അപ്പോൾ നാസ ഇതിൽ ഒരു ബുദ്ധിപൂർവമായ മൗനം പാലിക്കുന്നുണ്ട്. അപ്പോൾ ഇത് വെച്ചുകൊണ്ടാണ് ഇയാൾ ഈ ആശങ്ക പറയുന്നത്. നമ്മൾ ഇതുവരെ ഇതിനെ 3I അറ്റ്ലസിനെ കുറിച്ച് മനസ്സിലാക്കിയതല്ല, അതിനപ്പുറമുള്ള കാര്യമാണെങ്കിൽ അത് നാസ വെളിപ്പെടുത്തണം, ഇല്ലെങ്കിൽ അത് വലിയ മണ്ടത്തരമാകും എന്നുള്ളതാണ് ഈ അവി ലിയോബ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് വലിയൊരു ഇപ്പോൾ ഇയാൾ പ്രചരിപ്പിക്കുന്നത് പോലെ ഇതൊരു അന്യഗ്രഹ പേടകമാണോ, അന്യഗ്രഹ ജീവിയാണോ വരുന്നത് എന്നതിനെ സംബന്ധിച്ച് നാസയ്ക്ക് ഒറ്റ വാക്കിൽ സ്ഥിരീകരണം നൽകാവുന്നതേ ഉള്ളൂ. ഈ ഊഹാപോഹങ്ങൾക്കൊന്നും അവസരം കൊടുക്കേണ്ട യാതൊരു കാര്യവുമില്ല. അപ്പോൾ അത് നാസ തയ്യാറാകാത്തത് എന്ത്? അതിൻ്റെ കാരണം എന്തോ മനുഷ്യനെ ഭീതിപ്പെടുത്തുന്ന എന്തോ സംഗതിയാണ് അവർക്ക് മനസ്സിലാക്കിയത്. അതുകൊണ്ടാണ് അവർ മിണ്ടാത്തതെന്നാണ് ഈ അവി ലിയോബ് വാദിക്കുന്നത്, ഭീതിപ്പെടുത്തുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ച് ഇത് അന്യഗ്രഹ പേടകമാണ് എന്ന് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇതിൻ്റെ അസാമാന്യമായ വേഗതയാണ്. ഇത് മണിക്കൂറിൽ ഏകദേശം 3,10,000 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കും.
അതെ. അത് സാധാരണ ഉൽക്കകൾ അല്ലെങ്കിൽ വാൽനക്ഷത്രങ്ങളെയൊക്കെ നിരീക്ഷിച്ചവർ പറയുന്നത് ആ ഒരു വേഗത ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. ഇത് മാത്രമല്ല, ഇത് നമ്മുടെ ഹൈപ്പർബോളിക് എന്ന് പറയുന്നതാണ് ഇതിൻ്റെ സഞ്ചാരഗതി. അതായത് സൂര്യൻ നവഗ്രഹങ്ങളെ ആകർഷണ വലയത്തിൽ നിർത്തി സൂര്യന് ചുറ്റും ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുന്നു എന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കി വെക്കുന്നത്. പക്ഷേ ഈ 3A അറ്റ്ലസ് അതിൻ്റെ ഇടയിൽ കൂടി പാസ് ചെയ്ത് പോകുന്നു. പക്ഷേ സൂര്യൻ്റെ ആകർഷണ വലയത്തിൽ ഇത് പെടുന്നില്ല. അത് സ്വയം നിയന്ത്രിതമായി ഇങ്ങനെ പോകുന്നു. അങ്ങനെയാണെങ്കിൽ അത് അതിൻ്റെ അകത്തു നിന്ന് ആരോ ഇത് പ്രൊപ്പൽ ചെയ്യുന്നുണ്ടാകും. അതായത് ആരോ ഇത് റോക്കറ്റ് ഇന്ധനം വെച്ച് ജ്വലിപ്പിച്ച് മുന്നോട്ട് നയിക്കുന്നത് പോലെ ഈ 3A അറ്റ്ലസിനെയും അതിവേഗതയിൽ ആരോ ചലിപ്പിച്ചു കൊണ്ട് പോകുന്നതാണെന്ന് ഇവർ വാദിക്കുന്നത്. കൂടാതെ മറ്റൊരു സംഗതി കൂടിയുണ്ട്. ഇത് സെക്കൻഡിൽ 4 ഗ്രാം വീതം നിക്കൽ പുറന്തള്ളിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ നിക്കൽ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ ഇതുവരെ കണ്ടെത്തിയ ഉൽക്കകളിലൊക്കെ ഇരുമ്പിൻ്റെ സാന്നിധ്യവും ഉണ്ടാകും. പക്ഷേ ഇതിൽ അങ്ങനെ ഇരുമ്പിൻ്റെ സാന്നിധ്യം കാര്യമായി സ്ഥിരീകരിച്ചിട്ടില്ല. കൂടാതെ ഇത് വലിയൊരു പ്രഭാവലയം സൃഷ്ടിക്കുന്നുണ്ട്. ഒരു ടെയിലും കാണപ്പെടുന്നുണ്ട്. എന്നാൽ ആ ടെയില് സൂര്യന് അഭിമുഖമായിട്ട് വരുന്നു. അതിൻ്റെ സൂര്യപ്രകാശമേറ്റ് അതിൻ്റെ പിന്നാലെ വരേണ്ടതാണ് സാധാരണഗതിയിൽ. പക്ഷേ തലയിൽ വാല് മുളച്ചാൽ എങ്ങനെ ഉണ്ടാകുമെന്നാണ് ഈ അവിൽ യോബ് ചോദിക്കുന്നത്. ഒരു ജീവിയുടെ തലയിൽ വാല് മുളച്ചാൽ എങ്ങനെ ഉണ്ടാവും? ആ അവസ്ഥയിലാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ അതൊക്കെ ദുരൂഹമാണ്. ഇപ്പോൾ ഈ സാധനം ഈ 3A അറ്റ്ലസ് നിലവിൽ സൂര്യനോട് അടുത്തടുത്ത് വരികയാണ്. ഈ സമയത്ത് അതിൻ്റെ സ്വഭാവം തന്നെ മാറി. ആദ്യം ഇതിനെ നിരീക്ഷിച്ചപ്പോൾ ഇത് ജ്വലിച്ച് നിൽക്കുന്ന ഒരു തീഗോളം പോലെ ജ്വലിച്ച് നിൽക്കുന്നതായിട്ടാണ് കാണപ്പെട്ടത്. പിന്നീട് അത് പച്ച നിറത്തിലോട്ട് മാറി. ഇപ്പോൾ അത് നീല നിറത്തിലാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇതിന് ഇങ്ങനെ ഘടനാപരമായ മാറ്റം വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഉത്തരം ഇത്രയേ ഉള്ളൂ. അതിലടങ്ങിയിരിക്കുന്ന രാസവസ്തുക്കൾ ഇപ്പോൾ പിന്നെ നമ്മുടെ സൈനൈഡ് അടക്കം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അത് ഇതുവരെ നമ്മുടെ പ്രപഞ്ചത്തിൽ സൂര്യനും ഗ്രഹങ്ങളും അടങ്ങുന്ന നമ്മൾ കണ്ട് ശീലിച്ച പ്രപഞ്ചത്തിൽ ഇല്ലാത്ത എന്തൊക്കെയോ അതിലുണ്ട്. അതിൻ്റെ മാതൃസ്ഥാനം എവിടെയാണെന്ന് നമുക്കറിയില്ല. ചിന്തിക്കാൻ പറ്റാത്ത എവിടുന്നുമാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെയുള്ള ഒരു രാസഘടനയും സ്വഭാവവും അന്തരീക്ഷവുമാണ് ഇതിപ്പോൾ പേറിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഇതുവരെ വാനനിരീക്ഷകർ നിരീക്ഷിച്ചിട്ടുള്ള ഉൽക്കകളോ അല്ലെങ്കിൽ വാൽനക്ഷത്രങ്ങളോ അതിന് സമാനമായ യാതൊരു സ്വഭാവവും ഇത് കാണിക്കുന്നില്ല. കൂടാതെ ഇത് വലിയ തോതിൽ പ്രകാശത്തെ പ്രതിഫലിപ്പിക്കുന്നു. അപ്പോൾ അങ്ങനെ പ്രതിഫലിപ്പിക്കണമെങ്കിൽ ഇത് ലോഹനിർമ്മിതമായിരിക്കണം എന്നാണ് ഇവർ വാദിക്കുന്നത്. അപ്പോൾ ലോഹനിർമ്മിത വസ്തുവിൽ സ്വാഭാവികമായിട്ട് പ്രകാശം പ്രതിഫലിക്കും. കൂടാതെ ഇത് വലിയ രീതിയിൽ ഒരു വാട്ടർ പമ്പ് കണക്കെ വെള്ളം പുറന്തള്ളിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഐസ് ഉണ്ട്. അപ്പോൾ സൂര്യനോട് അടുത്തടുത്ത് വരുമ്പോൾ ഐസ് ഉരുകി വെള്ളം പുറന്തള്ളിക്കൊണ്ടിരിക്കും. ഇനി നമ്മൾ ഇപ്പോഴും പറയുന്നു ഇത് ഭൂമിക്ക് ഭീഷണിയല്ല. വരുന്ന ഡിസംബർ 19 ഇത് ഭൂമിയോടടുത്ത് ഏറ്റവും അടുത്ത് കാണപ്പെടുന്നൊരു അവസ്ഥയിലെത്തും. അതിനുശേഷം നമ്മുടെ സൗരയൂഥത്തെ വിട്ട് ഇരുള് നിറഞ്ഞ മറ്റേതോ ഒരു കോണിലേക്ക് ഇത് പറന്നു പോകും. അപ്പോഴും നമ്മുടെ ആശങ്ക തീരുന്നില്ല. ഈ 3A അറ്റ്ലസ് എന്ന് പറയുന്നത് ഒരാൾ മാത്രമാണോ? ഇവൻ്റെ വാലെ മറ്റാരെങ്കിലും വരുമോ? വേറെ ചില വാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതത്ര യുക്തിഭദ്രമൊന്നും അല്ല, എങ്കിലും പറയുന്നതുകൊണ്ട് തെറ്റൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇത് സൂര്യനോടടുത്ത് വരികയാണല്ലോ. സൂര്യനോടടുത്ത് വരുമ്പോൾ ആ സൂര്യൻ്റെ ഊഷ്മാവും മറ്റുമായിട്ട് ഏതെങ്കിലും തരത്തിലൊരു പ്രതിപ്രവർത്തനം ഉണ്ടായാൽ, ഇതിലെ രാസവസ്തുക്കൾ ഒരു സ്ഫോടനത്തിന് വിധേയമായാൽ, അല്ലെങ്കിൽ ഇത് തന്നെ സ്വയം പൊട്ടിത്തെറിച്ചാൽ അത് നമ്മളെ ലക്ഷ്യമാക്കി വരുമോ, ഭൂമിയിൽ ലക്ഷ്യമാക്കി വരുമോ? അങ്ങനെ ഒരു ആശങ്കയുണ്ട്. പക്ഷേ ആശങ്കകൾ തൽക്കാലം നമുക്ക് അതിൻ്റെ പുറകെ പോകേണ്ടതില്ല. തൽക്കാലം 3A അറ്റ്ലസ് ഒരു നമ്മുടെ സൗരയൂഥത്തിലൂടെ കടന്നു പോകുന്ന, നമ്മൾ ഔദ്യോഗികമായിട്ട് പറയുമ്പോൾ അങ്ങനെ തന്നെ പറയണം, ഒരു കാഴ്ച വസ്തു മാത്രമാണിപ്പോൾ. അത് സംബന്ധിച്ചുള്ള ആശങ്കകൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കാലക്രമേണ ഇതിൻ്റെ ഒരുപാട് ടെലസ്കോപ്പുകൾ അല്ലെങ്കിൽ സാറ്റലൈറ്റുകൾ വഴി നമ്മളിതിനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ നിരീക്ഷണ ഫലം ഒരു പക്ഷേ നമ്മുടെ ജനുവരിയിലോ ഫെബ്രുവരിയിലോ നമ്മുടെ ഭൂമിയിൽ കിട്ടും. അപ്പോൾ മാത്രമേ നമുക്കിതിനെക്കുറിച്ചുള്ള സ്ഥിരീകരണം പറയാൻ പറ്റുള്ളൂ.